ഡ്രൈവർമാർ ഉറങ്ങിപ്പോകുന്നതാണ് രാത്രികാല അപകടങ്ങളുടെ മുഖ്യ കാരണം. കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ നടന്നതടക്കമുള്ള സംഭവങ്ങൾ ഇതിനുദാഹരണമാണ്. ഇത്തരം അപകടങ്ങൾ കുറയ്ക്കുന്നതിനായി കൊല്ലത്ത് രാത്രികാല ഡ്രൈവർമാർക്ക് SBIയുടെ സഹകരണത്തോടെ മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ കരുതലുമായി ട്രാക്ക് എന്ന സന്നദ്ധ സംഘടന. ഒരു റിപ്പോർട്ട്. രാത്രികാല ഡ്രൈവർമാർക്കുള്ള ഒരു ചുക്കുകാപ്പി വിതരണമാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് ട്രാക്ക് എന്ന് പറയുന്ന ഒരു സൊസൈറ്റി നൽകി വരികയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പം നമ്മളിവിടെ നിർത്തിയത്. രാത്രികാലത്ത് കിട്ടുന്ന ഈ ചുക്കുകാപ്പിയുടെ സ്വാദിലല്ല കാര്യം, മോട്ടോർ വാഹന വകുപ്പിന്റെ ജാഗ്രതയാണ് കാണിക്കുന്നത്. നമ്മുടെ നിരത്തുകളിൽ നിരവധി ജീവനുകളാണ് പിടഞ്ഞു വീഴുന്നത്, അത് രാത്രിയായാലും പകലായാലും. 2015 പുതുവർഷ ദിനം പുലർച്ചെ കൊല്ലം ചാത്തന്നൂരിനടുത്ത് 6 എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ വാഹനാപകടത്തിൽ മരണപ്പെട്ടതിനെ തുടർന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ട്രാക്കിന്റെ നേതൃത്വത്തിൽ ഡിസംബർ മാസം രാത്രികാല ഡ്രൈവർമാർക്ക് ചുക്കുകാപ്പി വിതരണം തുടങ്ങിയത്. കഴിഞ്ഞ 10 വർഷക്കാലമായി ദേശീയപാതയിൽ കൊല്ലത്ത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അടക്കമുള്ളവരുടെ സഹകരണത്തോടെയാണ് ട്രാഫിക് ബോധവൽക്കരണം നടത്തുന്നത്. തണുപ്പുള്ള മാസങ്ങളായ ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് കൂടുതൽ ആക്സിഡന്റ് നടക്കുന്നതെന്ന് നമ്മുടെ സർവേയിൽ നിന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഡ്രൈവർമാരെ ഉണർത്തിവിടുന്നതിനും ഉന്മേഷവാനാക്കുന്നതിനും വേണ്ടിയുള്ള ഇത്തരം ഒരു പദ്ധതി ട്രാക്ക് നടപ്പിലാക്കി വരുന്നത്. മോട്ടോർ വാഹന വകുപ്പിന്റെ സന്നദ്ധ സംഘടനയായ ട്രാക്കിന്റെ വോളണ്ടിയർമാരാണ് രാത്രി 11 മുതൽ പുലർച്ചെ വരെ ചുക്കുകാപ്പി വിതരണം ചെയ്യുന്നത്. ഒരു വർഷത്തെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്ന മാസം ഡിസംബർ മാസമാണ്. മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളൊരു ദൗത്യമാണ് ഈ വോളണ്ടിയേഴ്സ് ഏറ്റെടുക്കുന്നത്. രാത്രികാല ഡ്രൈവർമാർക്കുള്ള ചുക്കുകാപ്പി നിരത്തിലെ അപകടങ്ങൾ കുറയ്ക്കുമെന്ന് ഡ്രൈവർമാരും യാത്രക്കാരും പറയുന്നു. ഇത് ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ്. ഈ മോട്ടോർ തൊഴിലാളികൾക്ക് നല്ലൊരു ബെനിഫിറ്റാണ് ഇത് വരുന്നത്. ഉറക്കക്ഷീണം മാറ്റാൻ നല്ലൊരു. അയ്യപ്പ ഭക്തരടക്കം നിരവധി പേരാണ് രാത്രികാലങ്ങളിൽ ഈ മാസങ്ങളിൽ നിരത്തുകളിലൂടെ സഞ്ചരിക്കുന്നത്. ഡ്രൈവിംഗിലായിരുന്നു, അപ്പോഴാണ് പെട്ടെന്ന് കണ്ടിട്ട് പോകുന്ന നിർത്തിയത്. കൊള്ളാം, നല്ല പരിപാടിയാണ്. അപ്പോൾ ഒരു റിഫ്രഷ്മെന്റ് ആയിക്കോട്ടെ, നല്ലൊരു കാര്യം, നല്ലൊരു ഇനിഷ്യേറ്റീവായിട്ടാണ് തോന്നുന്നത്. കുറച്ചു നേരം ഒന്ന് ചായ കുടിച്ചൊന്ന് ഫ്രഷ് ആയിട്ട് പോകുന്നില്ല. ഇതൊരു നല്ലൊരു ഇനിഷ്യേറ്റീവ് ആണ്. കാര്യം രാത്രി പറയുന്ന പോലെ ആൾക്കാർ, ഇപ്പം ഞങ്ങളാണെങ്കിലും കുറച്ച് മുമ്പ് രാത്രി ഡ്രൈവ് ചെയ്യുന്നു പറഞ്ഞ് നമ്മളൊന്ന് നിർത്തി ചായ കുടിച്ചിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പം ഇങ്ങനെ സംഭവം എല്ലാവരും ഇത്ര അപകടങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ ഇതുപോലൊരു സംഭവം ചെയ്യുന്നത് നല്ലതാണ്, അപ്രിഷിയേറ്റബിൾ ആണിത്. വാഹനാപകടങ്ങൾ കുറയ്ക്കുന്നതിനും നിയമലംഘനം നടത്തുന്ന ഡ്രൈവർമാർക്കെതിരെ നടപടിയെടുക്കാനും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ സദാ ജാഗ്രതയിലാണ്. നിരത്തുകളിൽ പൊലിയാനുള്ളതല്ല ജീവിതം. പുതിയ ഗതാഗത സംസ്കാരം പ്രാവർത്തികമാക്കാനാണ് മോട്ടോർ വാഹന വകുപ്പും കേരള പോലീസും ഫയർഫോഴ്സും സംയുക്തമായി ട്രാക്കിലൂടെ കൊല്ലത്ത് നടപ്പാക്കുന്നത്. രാത്രികാല ഡ്രൈവർമാർക്കുള്ള ചുക്കുകാപ്പി മാത്രമല്ല, കഴിഞ്ഞ 10 വർഷക്കാലമായി മോട്ടോർ വാഹന വകുപ്പിന്റെ സഹകരണത്തോടെ ട്രാക്ക് നടത്തി വരുന്നത് ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ്. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കൊല്ലത്ത് നിന്നും സത്യരാജിനോടൊപ്പം ബി ശ്രീകുമാർ.